ഷാജേട്ടനല്ലേ അത്? മീനേച്ചി തന്നെ ഉള്ളല്ലോ. വന്നോ? കുളിച്ചനെയും കുട്ടപ്പനായിട്ട് അങ്ങ് പൊക്കോളും. ഇവിടെ ആരും ഒന്നും അറിയുന്നില്ലെന്ന വിചാരം. ചേട്ടാ, അനാഥാലയത്തിൽ നിങ്ങൾ ഈ ചേച്ചിൻ്റെ കൈ പിടിച്ച് ഇങ്ങോട്ട് കയറി വരുമ്പോഴേ നിങ്ങൾ എനിക്ക് ദൈവത്തെ പോലെയായിരുന്നു. എന്നിട്ട് എങ്ങനെ ഈ പണി ചെയ്തു നിങ്ങൾ? ആ ചേച്ചിനെങ്കിലും ഓർക്കാറുന്നല്ലോ. എവിടെ എന്നിട്ട് ഇവിടെ നിന്നുണ്ടായി? നീ ആരുടെങ്കിലും വീട്ടിൽ പോയിരുന്നോ? ഞാൻ ആരുടെ വീട്ടിൽ പോയി? നീ ആ മിനിയുടെ വീട്ടിലെങ്ങാനും പോയായിരുന്നോ? ആ പോയിരുന്നു. എൻ്റെ കാര്യം പോട്ടെ, ഞാൻ ആരും ഇല്ലാത്തവളല്ലേ. പക്ഷെ നമുക്കൊരു പെങ്കൊച്ചല്ലേ, കൊച്ചിൻ്റെ കാര്യമെങ്കിലും അകത്തൂടായിരുന്നു. അപ്പച്ച അറിയാതെ അറിയാതെ മാത്രം നീ മുണ്ടി പോയത്. നീ കൊണ്ടേ അറിയാതെ എന്ന് മാത്രം നീ മുണ്ടി പോയത്. അറിഞ്ഞുകൊണ്ട് അവസരമുണ്ടാക്കി സാമ്പത്തികം വേണേൽ അതും മുടക്കി കുളിച്ച് ഒരുങ്ങി ഇത്ര വൃത്തിക്ക് നീ കുർബാനയ്ക്ക് വരെ പോയിട്ടുണ്ടോടാ? അപ്പച്ചൊരു കൂടി അറിയാതെ നല്ല പറഞ്ഞത്, അറിയാതൊന്നും പകരുതെന്നാ പറഞ്ഞത്. എന്നെ പറക്കം പറ്റാത്ത അവനെ അപ്പച്ചൻ്റെ കയ്യിൽ തന്നിട്ട് അമ്മച്ച് പോകുമ്പോ അപ്പച്ചന് 29 വയസ്സാണ്. ഒരാൾ യൗവനം തുടങ്ങുന്നേ ഉള്ളൂ. അന്നേരം എൻ്റെ അപ്പച്ചൻ ഇങ്ങനത്തെ ഒരു പണി കാണിച്ചിട്ടില്ല. ആരും അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ട് പോയി. അപ്പച്ചന് ഓർമ്മയില്ല. അങ്ങനെ ചെയ്യൂ അപ്പച്ച? ഞാൻ അവിടെ പോയി എന്നുള്ളത് നേരാ. നീ ചെന്ന് അവിടെ നിന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്ത. തെറ്റിദ്ധരിക്കപ്പെട്ട സ്ത്രീ സത്യം മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കും അപ്പച്ച. എന്നാലും അവിടെ ഉള്ളിൽ ആ ചിന്ത ഒരു